മധ്യതെക്കൻ ഗാസ മുനമ്പിൽ കരസേനാക്രമണം പുനരാരംഭിച്ച ഇസ്രായേൽ സൈന്യം 400 പേരുടെ ജീവനെടുത്ത വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് കരമാർഗമുള്ള ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നുണ്ട്. ലക്ഷ്മി, എന്തായാലും ഇസ്രായേൽ കാര്യങ്ങൾ കടുപ്പിക്കുന്ന സ്ഥിതി തന്നെയാണ്. ഇതെപ്പോഴായിരുന്നു ഈ ആക്രമണം? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും ഒരു കടുത്ത നടപടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ വളരെ ഒരു സുപ്രധാന വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. ഗാസയിൽ കരമാർഗമുള്ള ആക്രമണം പുനരാരംഭിച്ചുവെന്ന് ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുകയാണ്. തെക്കൻ ഗാസ മുനമ്പിലാണ് ഇന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നടന്ന വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം. നെറ്റ്സറിം ഇടനാഴി പിടിച്ചെടുക്കാനുള്ള നടപടിയാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ് ആരോപണം. അവിടെ ഇപ്പോൾ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതായതോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടത്. ജനുവരി 19 വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ ഗാസ സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ 400 പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വരും ദിവസങ്ങളിൽ ഇനിയും ഒരു കടുത്ത നടപടി ഉണ്ടായേക്കാവുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഗീത. ശരി ലക്ഷ്മി.